സമാധാനമുള്ള മനസ്സിൽ നമുക്ക് എന്ത് പോസിറ്റിവിറ്റിയും പറയാം, എന്ത് പോസിറ്റിവിറ്റിയും ചിന്തിക്കാം. സമാധാനം ഇല്ലാത്ത മനസ്സിനോട് പറയുവാണ് നിങ്ങൾ പോസിറ്റീവ് മാത്രം പറ, അപ്പൊ നിങ്ങൾക്ക് പോസിറ്റീവ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാധാനം ഇല്ലാത്ത ഈ മനസ്സിന് പോസിറ്റീവ് പറയാൻ പറ്റുമോ? നിങ്ങൾ അത്രയും ചിന്തിച്ചാൽ മതി. മോട്ടിവേഷനുകളും ലോ ഓഫ് അട്രാക്ഷനും NLPയും EFTയും അങ്ങനെ നൂറുകണക്കിന് കോഴ്സുകൾ ഇന്ന് ഓൺലൈനിൽ സജീവമാണ്. അത് കൂടാതെ യൂട്യൂബിലും ഫേസ്ബുക്കിലും റീൽസിലും വരുന്ന അറിവുകൾ വേറെ. എല്ലാവരും നിങ്ങളോട് പറയുന്നു നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങൾക്ക് പണം തനിയെ വരും. ഇതൊക്കെ വേണമെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം നമ്മുടെ മനസ്സ് ശാന്തമാകണം. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ശാന്തമാവണം. എങ്ങനെയാണ് മനസ്സിനെ ആത്മാവിനെയും തിരിച്ചറിയാൻ പറ്റുക എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? മനസ്സാണ് ലോജിക്ക് കൊണ്ടുവരുന്നത്. വലിയ വലിയ ലോജിക്കുകൾ കൊണ്ടുവരും. ആ ലോജിക്കുകളിൽ നിന്നും നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. മനസ്സ് കൊണ്ടുവരുന്നതാണ് ലോജിക്ക്. അതെനിക്ക് ചെയ്യാൻ പറ്റുമോ? വളരെ സിമ്പിളാണ് ഇതിനെ തിരിച്ചറിയാൻ. നമുക്കൊരാളോട് പോയിട്ട് നമ്മുടെ ആവശ്യം പറയണം. നമുക്കൊരാളോട് നമ്മുടെ ആവശ്യങ്ങൾ പറയണം. നമ്മുടെ ആത്മാവ് പറയുന്നുണ്ടാവും, ഓക്കെ അതിനെന്താ, പോയി പറഞ്ഞോ, ധൈര്യമായിട്ട് നീ പോയി ചോദിക്ക്. അതേസമയം നമ്മുടെ മനസ്സ് പറയുന്നുണ്ടാവും, വേണ്ട, നിനക്ക് അതിനുള്ള ധൈര്യമില്ല, നീ ചോദിച്ചാൽ കിട്ടുമോ, അത് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നിങ്ങനെ പറയും. അതാണ് മനസ്സ്. ലോജിക്ക് പറയും കിട്ടുവോ. ഈ ലോജിക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സമാനം നഷ്ടപ്പെട്ടു പോകും. അവിടെയാണ് നമ്മൾ യഥാർത്ഥ ആത്മാവിനെ തിരിച്ചറിയേണ്ടതും അവിടെയാണ് നമ്മൾ ഈ സോളിനെ അവേക്കൻ ചെയ്യേണ്ടതും. അതാണ് യഥാർത്ഥ മൈൻഡ് പവർ, മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ സീക്രട്ടാണ്, ഈ രഹസ്യമാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും ഈ രഹസ്യത്തെ കുറിച്ചാണ്. എങ്ങനെ സമാധാനം കിട്ടും, എങ്ങനെ സന്തോഷം കിട്ടും, എങ്ങനെ പണം നേടാം, എങ്ങനെ ബന്ധങ്ങൾ സുദൃഢമാക്കാം. ഇതിന്റെ രഹസ്യമാണ് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സീക്രട്ടാണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ, നിങ്ങളുടെ ആത്മാവിന്റെ ഉള്ളിൽ പുണ്യമായ ഒരു ഉദ്യാനം, ഒരു നല്ല പൂന്തോട്ടമുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു പൂന്തോട്ടം, ദിവ്യമായ സ്നേഹം, ദിവ്യമായ അനുഭൂതി, ദിവ്യമായ കാരുണ്യം. സ്നേഹം, കാരുണ്യം ഇതൊക്കെ പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? പരമാത്മാവിൽ നിന്നും, ദൈവത്തിൽ നിന്നും, ഈശ്വരിൽ നിന്നും, സൃഷ്ടാവിൽ നിന്നും വരുന്നതാണ്. ഇത് മനുഷ്യരിൽ എല്ലാവരുടെ ഒഴുകുന്നുണ്ട്. സ്നേഹമില്ലേ? നമുക്ക് സ്നേഹമുണ്ട്. കാരുണ്യമില്ലേ? ആരെങ്കിലും കഷ്ടപ്പെടണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാരുണ്യം തോന്നൂലേ? നമ്മുടെ മനസ്സിൽ എല്ലാം ഉണ്ട്. നമ്മുടെ മനസ്സിൽ എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടാണ്, ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഈശ്വരൻ നമ്മളെ ഈ ലോകത്തായിട്ട് അയച്ചിട്ടുള്ളത്, ദൈവം അയച്ചിട്ടുള്ളത്. നമ്മൾ അതിനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടെത്തുക, അതാണ് ഇതിന്റെ രഹസ്യം. നമ്മൾ ആ ഉദ്യാനത്തെ കണ്ടെത്തുക. വിവിധ തരം പൂക്കൾ വിരിയുന്ന, കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ദയയുടെ പൂക്കൾ വിരിയുന്ന ആ ഉദ്യാനത്തെ നമ്മളൊന്ന് അറിയുക. അറിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്